അതീവ ജാഗ്രതയിൽ ബംഗാളിലെ മുർഷിദാബാദ്. സുരക്ഷ ഉറപ്പാക്കാൻ ഗവർണറുടെ പ്രത്യേക സെൽ. മരിച്ചവർ, സ്ഥലം മാറിയവർ, കണ്ടെത്താനാവാത്തവർ, വ്യാജന്മാർ എന്നിങ്ങനെ 50 ലക്ഷം വോട്ടർ ഐഡികൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ SIR-ലൂടെ നീക്കം ചെയ്തതോടെ തൃണമൂൽ കോൺഗ്രസിന്റെ ന്യൂനപക്ഷ വോട്ട് ബാങ്കിനെ അത് സാരമായി തന്നെ ബാധിച്ചിരിക്കുകയാണ്. ഇതിനൊരു പ്ലാൻ ബി ആയിട്ടാണ് ഇപ്പോൾ തൃണമൂൽ MLA ഹുമയൂൺ കബീർ മുർഷിദാബാദിൽ ബാബറി മസ്ജിദിന്റെ മാതൃകയിലുള്ള ഒരു പള്ളി നിർമ്മാണ പദ്ധതി തുടങ്ങിയത്. ബാബറി മസ്ജിദ് തകർത്തതിന്റെ 33-ാം വാർഷികമായ ഡിസംബർ 6-നാണ് പള്ളിയുടെ ശിലാസ്ഥാപന ചടങ്ങിനായി മാറ്റിവെച്ചിരിക്കുന്ന ദിവസം. അതോടെ വീണ്ടും സംസ്ഥാനത്തിനുള്ളിൽ ഒരു വർഗീയ ധ്രുവീകരണവും അനുബന്ധമായ ഒരു അരക്ഷിതാവസ്ഥയും സംസ്ഥാനത്തിനുള്ളിൽ വീണ്ടും പടർന്നു പിടിക്കുകയാണ്. കൽക്കട്ടയിൽ അതീവ ജാഗ്രത പ്രഖ്യാപിച്ച പശ്ചാത്തലത്തിൽ മുർഷിദാബാദ് ബെൽഡംഗയിൽ ഡിസംബർ 6-ന് നടക്കാനിരിക്കുന്ന മസ്ജിദ് തറക്കല്ലിടൽ ചടങ്ങിൽ എന്തെങ്കിലും അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം സംസ്ഥാന സർക്കാരിനും MLA ഹുമയൂൺ കബീറിനുമായിരിക്കുമെന്ന് കൽക്കട്ട ഹൈക്കോടതിയുടെ കർശന മുന്നറിയിപ്പ്. ഈ വർഷം ആദ്യം സാമുദായിക സംഘർഷങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ജില്ലയിൽ തൃണമൂൽ കോൺഗ്രസ് സസ്പെൻഡ് ചെയ്ത MLA ഹുമയൂൺ കബീർ നേതൃത്വം നൽകുന്ന പരിപാടിക്ക് അനുമതി നൽകിയതിലാണ് കോടതിയുടെ ഈ നിരീക്ഷണം. പരിപാടി തടയണമെന്ന് ആവശ്യപ്പെട്ട് സമർപ്പിച്ച പൊതു താൽപര്യ ഹർജി പരിഗണിച്ച കോടതി തറക്കല്ലിടൽ ചടങ്ങിന് സ്റ്റേ അനുവദിക്കാൻ വിസമ്മതിച്ചു. എന്നാൽ ക്രമസമാധാനം ഉറപ്പാക്കാൻ ആവശ്യമായ പോലീസ് സേനയെ വിന്യസിച്ചിട്ടുണ്ടെന്ന സംസ്ഥാന സർക്കാരിന്റെ അവകാശവാദത്തിൽ കോടതി സംശയം രേഖപ്പെടുത്തി. ഇതിനിടെ ഏപ്രിൽ കലാപത്തിന് ശേഷം കേന്ദ്ര സായുധ പോലീസ് സേന 19 യൂണിറ്റുകൾ ഇപ്പോഴും മുർഷിദാബാദിൽ നിലയുറപ്പിച്ചിട്ടുണ്ടെന്ന് കേന്ദ്ര സർക്കാർ കോടതിയെ അറിയിച്ചു. ഏതൊരു അടിയന്തര സാഹചര്യവും നേരിടാൻ കേന്ദ്ര സേന സജ്ജമാണെന്നും കേന്ദ്രം വ്യക്തമാക്കി. സാമുദായിക വിദ്വേഷം പ്രചരിപ്പിച്ചതിന് TMC-യിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട MLA ആണ് ഹുമയൂൺ കബീർ. പ്രകോപനപരമായ പ്രസ്താവനകൾ ഒഴിവാക്കുമെന്നും അദ്ദേഹം കോടതിക്ക് രേഖാമൂലം ഉറപ്പു നൽകിയിട്ടുണ്ട്. എന്നാൽ കോടതി വിധി വിജയമാണെന്ന് പരസ്യമായി അവകാശപ്പെട്ട കബീർ 2000 സന്നദ്ധ പ്രവർത്തകരും ലക്ഷക്കണക്കിന് ആളുകളും പരിപാടിയിൽ പങ്കെടുക്കുമെന്നും ബഹ്റാംപൂർ പ്ലാസി പാതയിൽ വൻ ജനത്തിരക്ക് പ്രതീക്ഷിക്കുന്നതായും പ്രഖ്യാപിച്ചു. TMC സസ്പെൻഡ് ചെയ്തതിന് പിന്നാലെ ഈ മാസം MLA സ്ഥാനം രാജിവെച്ച് പുതിയ രാഷ്ട്രീയ സംഘടന പ്രഖ്യാപിക്കുമെന്നും കബീർ വ്യക്തമാക്കി. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് മുർഷിദാബാദ് ജില്ലയെ നിലവിലൊരു ഹൈ സെക്യൂരിറ്റി സോണായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് സംഘങ്ങളെ റജ്നഗർ മേഖലയിൽ വിന്യസിച്ചു. കൃഷ്ണനഗറിൽ നിന്നും ബഹ്റാംപൂരിൽ നിന്നും കൂടുതൽ പോലീസ് സേനയെ എത്തിച്ചിട്ടുണ്ട്. സുരക്ഷ ഉറപ്പാക്കാനായി BSF, കേന്ദ്ര സേനകൾ എന്നിവ റൂട്ട് മാർച്ച് നടത്തുന്നു. ബെൽഡംഗ ഏരിയ പൂർണ്ണമായി പോലീസ് വലയത്തിലുമാണ്. സംസ്ഥാനത്ത് സമാധാനം നിലനിർത്തണമെന്ന് പൗരന്മാരോട് അഭ്യർത്ഥിച്ച ഗവർണർ CV ആനന്ദ ബോസ് ക്രമസമാധാനം ഉറപ്പാക്കാൻ സംസ്ഥാന സർക്കാരിന് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൂടാതെ ഭീഷണികൾ, പ്രകോപനപരമായ പ്രസ്താവനകൾ എന്നിവ പൗരന്മാർക്ക് നേരിട്ട് റിപ്പോർട്ട് ചെയ്യാൻ 24/7 ആക്സസ് പോയിന്റ് സെൽ അദ്ദേഹം സജ്ജമാക്കി. ഗവർണറുടെ നേരിട്ടുള്ള നിരീക്ഷണത്തിലായിരിക്കും ഈ സെൽ പ്രവർത്തിക്കുക. എന്തായാലും 50 ലക്ഷം അനധികൃത വോട്ടർ ഐഡികൾ നീക്കം ചെയ്തതിലൂടെ TMC-യുടെ രാഷ്ട്രീയ കണക്കുകൂട്ടലുകൾ തെറ്റിയെന്നും വീണ്ടും രാഷ്ട്രീയ ധ്രുവീകരണത്തിന് വേണ്ടിയുള്ള അപകടകരമായ ശ്രമമാണ് ഡിസംബർ 6-ലെ ഈ പരിപാടിയെന്നും രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.